നമസ്കാരം. പ്രധാന വാർത്തകൾ. അവസാന വോട്ട് രാത്രി 11:43. പോളിംഗ് ശതമാനം കുത്തനെ ഇടിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 സംസ്ഥാനത്തെ പോളിംഗ് ശതമാനത്തിൽ വന്നിടിവ്. പോളിംഗ് കുത്തനെ കുറഞ്ഞു. 2019 രേഖപ്പെടുത്തിയ 77.51% ഇത്തവണ 70.35% കുറഞ്ഞു. 7.16% കുറവാണുണ്ടായത്. പോളിംഗ് ഏറ്റവും അധികം കുറഞ്ഞത് പത്തനംതിട്ടയിലാണ്. 10.95 പോളിംഗ് കുറഞ്ഞു. ചാലക്കുടി മുതൽ പത്തനംതിട്ട വരെയുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് ഗണ്യമായി കുറഞ്ഞു. ഇതേസമയം പോളിംഗ് ശതമാനത്തിലെ കുറവ് ഒട്ടും ബാധിക്കില്ല എന്നാണ് മൂന്ന് മുന്നണികളുടെയും അവകാശവാദം. സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഴ. 7 ജില്ലക്കാർക്ക് പ്രതീക്ഷയും വേണ്ട. സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഴ സാധ്യത. ഈ ജില്ലകളിൽ നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് കൊടും ചൂടിൽ ആശ്വാസമായി മഴയെത്താൻ സാധ്യതയുള്ളത്. നാളെയും ഈ ജില്ലകളിൽ മഴ സാധ്യതയുണ്ട്. അതേസമയം മറ്റ് 7 ജില്ലകളിൽ ഇന്നും നാളെയും നേരിയ മഴ സാധ്യത പോലും ഇല്ല എന്നാണ് പ്രവചനം. EP ജാവേദ്കർ കൂടിക്കാഴ്ച. EP ജയരാജനെതിരെ നടപടിക്ക് സാധ്യത. BJP നേതാവ് പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന LDF കൺവീനർ EP ജയരാജന്റെ വെളിപ്പെടുത്തലിൽ ഞെട്ടലിലാണ് CPM. പോളിംഗ് ദിനത്തിലെ EPയുടെ തുറന്നു പറച്ചിൽ പാർട്ടിക്ക് കടുത്ത തിരിച്ചടിയായി എന്നാണ് നേതാക്കളുടെ പൊതുനിലപാട്. അതുകൊണ്ട് തന്നെ ജയരാജനെതിരെ നടപടി വേണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ്. ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തുവരുമോ എന്ന ആശങ്കയും CPMനുണ്ട്. കടുവാപ്പേടിയിൽ മൂന്നാർ. ജനവാസ മേഖലയിൽ കടുവാക്കൂട്ടം. കന്നിമല ലോവർ ഡിവിഷനിലാണ് കടുവാക്കൂട്ടത്തെ കണ്ടത്. കടുവാക്കൂട്ടം എസ്റ്റേറ്റിലൂടെ വിഹരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തേയിലത്തോട്ടത്തിനടുത്തുകൂടി കടുവകൾ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. തോട്ടം തൊഴിലാളികളാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. നിരവധി തോട്ടം തൊഴിലാളികൾ പണിയെടുക്കുന്ന പ്രദേശം കൂടിയാണിതെന്ന് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണത്തിൽ ഇവിടെ പശു ചത്തിരുന്നു. കടുവകൾ സ്ഥിരമായി ജനവാസ മേഖലയിൽ എത്തുന്നു എന്നാണ് ജനങ്ങളുടെ പരാതി. വനം വകുപ്പ് അടിയന്തരമായി നടപടിയെടുത്ത് കടുവാക്കൂട്ടത്തെ തുരത്തണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഇന്നും നാളെയും 3 ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത. അതീവ ജാഗ്രത. കേരളത്തിൽ ഇന്നും നാളെയും 3 ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അതീവ ജാഗ്രത വേണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.